പാട്ട ഗേൾസ് വേർപിരിഞ്ഞിരിക്കുകയാണ്, അടിയും ബഹളവും എല്ലാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് കർമ്മയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ കർമ്മ എല്ലാം ഒരുപോലെ വന്നു. നിങ്ങൾ കണ്ടായിരുന്നോ? ലൈവ് കണ്ടവര് കഴിഞ്ഞ ആഴ്ചത്തെ എന്തൊക്കെയാണോ നടന്നത് അതൊക്കെ തിരിച്ചു വന്നേക്കുകയാണ്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അക്ബറും നിവിനും ആര്യനുമായിരുന്നു കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻ. ഇത്തവണ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നൂറയാണ്. കൂടെ ആദിലിനെയും കൂടെ നമുക്ക് ക്യാപ്റ്റനായിട്ട് വെക്കാം. കാര്യം അവരോട് ഒന്നിച്ചാണല്ലോ കളിക്കുന്നത്. ഇവിടെ എതിരെ നിന്നത് അനുവാണ്. അവിടെയും ഇവിടെയും വെസൽ ക്ലീനിങ് ചെയ്യാതിരുന്നത് അനുവാണ്. അന്ന് അനുവിനെതിരെ ഒരു കുറ്റവും ഇല്ല. ഇന്ന് അനുവാണ് തെറ്റുകാരി എന്നാണ് അന്ന് അനുവിൻ്റെ കൂടെ നിന്ന ഷാനവാസും ആദിലെ നൂറയൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് കർമ്മയല്ലേ? അപ്പൊ അന്ന് ചെയ്തത്, കഴിഞ്ഞ ആഴ്ച ചെയ്തത് ശരിയും ഈ ആഴ്ച ചെയ്തത് തെറ്റുമായിട്ട് മാറുമോ? നോക്കിക്കേ നിങ്ങൾ, അനീഷിന് ഒരു സ്റ്റാൻഡേ ഉള്ളൂ, അനു സ്റ്റാൻഡ്. അതെ, അനു എവിടെയാണോ അവിടെ പുള്ളിക്കാരൻ നിൽക്കും. അനീഷിന്റെ കളി മൊത്തം അനു കൊണ്ടുപോയി കഴിഞ്ഞു. അനീഷിന്റെ കളി ഇനി അനുവിന്റെ കയ്യിൽ ഭദ്രം. ഒന്നും നോക്കാൻ പോകുന്നില്ല. അനു നിങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണ്. നോക്കിക്കോ, കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സോ ഇത് കർമ്മയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞവർ, കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക് കണ്ടാൽ നിങ്ങൾക്കറിയാം, പക്ക ടാർഗറ്റിംഗ് ആയിരുന്നു. നിവിൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ടായിരുന്നു, അക്ബറിൻ്റെ ഒക്കെ തെറ്റുകളുണ്ടായിരുന്നു. പക്ഷേ അന്നും ഡ്യൂട്ടി ചെയ്യാതെ പോയ ഒരാളായിരുന്നു അനു, വെസൽ ഡ്യൂട്ടി. ഇത് ചെയ്യാത്തതിൻ്റെ കാരണം കൊണ്ടാണ് ഇവിടെ ഹാർട്ട് അറ്റാക്കും മറ്റൊക്കെ വന്നത്, വെള്ളം ഒഴിക്കലും എന്തൊക്കെയാണ് നടന്നത് അല്ലേ? അപ്പോൾ ഇതിലൊക്കെ നിവിൻ കുറ്റക്കാരനായിരുന്നു. ഒരുപാട് പേര് തെറ്റ്, പക്ഷേ എല്ലാവരും തെറ്റുകാരായിരുന്നു. ഇവർ മാത്രമല്ല. പക്ഷേ വീക്കെൻഡിൽ ഇവരെ മാത്രമാണ് ചോദ്യം ചെയ്തത്. എന്നാൽ ദാ വന്നേക്കുന്നു ആ സംഭവം അതേപടി ഒന്നും കൂടെ നമ്മുടെ മുന്നിൽ. ഇതിനകത്ത് ക്യാപ്റ്റന്മാർ മാറി. ഇത്തവണ നൂറയാണ് ക്യാപ്റ്റൻ. അപ്പൊ നൂറ പറയാണ്, ഒരു ക്യാപ്റ്റനെ അനുസരിക്കണ്ടേ? ഒരു ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കണം. ഒരു ക്യാപ്റ്റൻ ഇങ്ങനെയാണോ ചെയ്യണത്? അപ്പൊ കഴിഞ്ഞ ആഴ്ച നൂറ ചെയ്തതോ? ക്യാപ്റ്റന്മാർ പറഞ്ഞത് അനുസരിച്ചോ? വെസൽ ക്ലീനിങ്ങിന് അനു പോകാതിരുന്നപ്പോൾ അനുവിന് പിന്തുണ കൊടുത്തത് ക്യാപ്റ്റൻ നൂറയല്ലേ, ആദിലയല്ലേ? ഇതേ അനുവാണ് കഴിഞ്ഞ ആഴ്ച 3 ദിവസം വെസൽ ക്ലീനിങ് ചെയ്യാതിട്ടിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നോ? ഷാനവാസ് തിരിച്ചു വന്നിട്ടും അപ്പോഴുണ്ടായിട്ടും ഷാനവാസിന് അനു ചെയ്തത് തെറ്റായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ അനു ചെയ്തത് ഭയങ്കര തെറ്റായിട്ട് തോന്നുന്നു. കാരണം ആദിലെ നൂറയാണല്ലേ ഇവിടെ ക്യാപ്റ്റന്മാരായിട്ട് നിൽക്കുന്നത്. അതെ, അപ്പം അനീഷിൻ്റെ ഗെയിം എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? അറ്റ്ലീസ്റ്റ് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡെങ്കിലും എടുക്കുക കേട്ടോ. മിഴിച്ചിങ്ങനെ ഇരിക്കുക അനു പറയണതും കേട്ട് കഷ്ടം. അപ്പോൾ എന്താണ് സംഭവം എന്ന് പറയാം. എല്ലാവരും കൂടി കിച്ചണിനകത്ത് നിൽക്കുകയാണ് കേട്ടോ. സാബുമാൻ അവിടെ ഇരുന്ന് മാവ് കുഴയ്ക്കുന്നു. സാബുമാനാണ് കിച്ചൺ ക്യാപ്റ്റൻ. അനീഷ് അവിടെ അരിഞ്ഞു കൊടുക്കുന്നു. നിവിൻ ജോലി എടുക്കുന്നു. ആതിര അവിടെ ജോലി എടുക്കുന്നു. അതുപോലെ തന്നെ ഷാനവാസ് അവിടെ ജോലി എടുക്കുന്നു. എല്ലാവരും കിച്ചണിലാണ്. അക്ബർ ഉച്ചയ്ക്കത്തുള്ള വെസൽ ക്ലീൻ ചെയ്തിട്ട് പകുതി ക്ലീൻ ചെയ്തിട്ടാണ് പോയത്. എന്നിട്ട് അക്ബർ പറഞ്ഞായിരുന്നു പകുതി ഞാൻ ക്ലീൻ ചെയ്തു, ബാക്കിയുള്ളത് ചെയ്യാൻ. ഇവിടെ ഉച്ചയ്ക്ക് ഒരു വഴക്ക് കിടന്നല്ലോ. അപ്പം തന്നെ അനു എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ അങ്ങ് ഇട്ടിട്ട് പോകും. എന്ത് വഴക്ക് കിടന്നാലും അവിടെ വയ്യ എന്ന് പറഞ്ഞാൽ അനു ഇട്ടിട്ട് പോകും. കഴിഞ്ഞ ആഴ്ച, അതിൻ്റെ മുന്നത്തെ ആഴ്ച ഒക്കെ ഇങ്ങനെയായിരുന്നു. പിന്നെ ഫാൻസും PR ഒക്കെ ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് തന്നെയാണ് ചീത്തയും തെറിവിളിയൊക്കെ കിട്ടുന്നത്. കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അനു ചെയ്തൊരു തെറ്റുണ്ട്. കാര്യം അനു അവിടെ ഇട്ടിട്ട് പോയി. കഴിഞ്ഞ ആഴ്ച ലാലേട്ടനും ഒന്നും പറഞ്ഞിട്ടില്ല. ആ വെസൽ ക്ലീനിങ് വളരെ മനോഹരമായിട്ട് അനു അവരുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ തെറ്റായിട്ട് മാറ്റി. ഓക്കെ, ഈ ആഴ്ചയും ഇതേപോലെ തന്നെ ഫുഡ് കൊടുക്കുന്നതിൽ വഴക്ക് നടന്നു. അത് ശരിക്കും പറഞ്ഞാൽ ആദിലയും അനുവും തമ്മിലുള്ള വഴക്കാണ്. ഇവർ തമ്മിൽ ഇത്രയും ഫ്രണ്ട്സായിട്ട് എന്തിനാണ് ഈ സില്ലി കാര്യങ്ങൾ വഴക്കിടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനിടയിൽ ഷാനവാസും എല്ലാവരും കൂടെ കയറി ആ വഴക്കങ്ങ് കൂട്ടി. അപ്പോൾ തന്നെ അനു കിച്ചണിൽ നിന്ന് ഇറങ്ങിയപ്പോഴെന്ത് ചെയ്തു? ഒരാൾ കിച്ചണിലേക്ക് കയറണം. അപ്പോൾ വെസൽ ഡ്യൂട്ടിയിലിരുന്ന് നിവിനെ പിടിച്ച് കിച്ചണിലാക്കി. അപ്പോൾ അക്ബർ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അനുവിനെ പിടിച്ച് വെസലിലാക്കി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം വൈകുന്നേരം തൊട്ടുള്ള പാത്രങ്ങൾ പിന്നെ കഴുകേണ്ടത് അനുവും അക്ബറുമാണ്. ഉച്ചയ്ക്കുള്ള പാത്രം അക്ബർ കഴുകിയുണ്ട്. അടുത്ത പാത്രം കഴുകേണ്ടത് അത് അനുവാണ് സ്വാഭാവികമായിട്ടും. പക്ഷേ ഇവിടെ അനു പറയാണ്, എനിക്കിനി ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഡിന്നർ കഴിഞ്ഞിട്ടുള്ള പാത്രം ഞാൻ കഴുകിക്കോളാന്ന്. അപ്പോൾ ഇവിടെ അന്നുണ്ടായ അതേ സംഭവം തന്നെയാണ്. എനിക്ക് തോന്നുന്നു അവർ ഇതുണ്ടാക്കിയുണ്ടായിരുന്നു, എന്താണ്, കേസരി ഉണ്ടാക്കി, പിന്നെ ചായ ഉണ്ടാക്കി, അതിൻ്റെയൊക്കെ പാത്രം കിടപ്പുണ്ട്. അത് വന്ന് കഴുകാൻ വേണ്ടിയിട്ട് നൂറ പറയാണ്, വന്ന് കഴുകാൻ പറയുമ്പോൾ എനിക്ക് പറ്റത്തില്ല കഴുകാനെന്ന് അനു പറയാണ്. അതെന്ത് കഴുകാൻ പറ്റാത്തത്? എനിക്ക് പറ്റത്തില്ല, ഞാൻ ഉച്ചയ്ക്ക് രാത്രിക്ക് ശേഷമുള്ളത് കഴുകിക്കോളാം. അപ്പം ആദില, വൃത്തിയില്ലാത്ത ആൾക്കാർ ചെയ്യില്ല, സ്വന്തം വീടെന്ന് കാണുന്നത്. എന്നിട്ടോ ഇങ്ങനെയാണ് കാണിച്ചു കൂട്ടുന്നത്. അപ്പം നൂറ, ക്യാപ്റ്റൻ ഒരു വില കൽപ്പിക്കുന്നില്ല. അപ്പം നൂറ കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റന് വില കൊടുത്തായിരുന്നോ? ഇല്ലല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ കർമ്മയാണ്. അപ്പോൾ അനു, രാത്രി ഞാൻ കയറിക്കോളാം, അക്ബറിനെ വിളിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം നൂറ പറഞ്ഞു, അക്ബർ കഴുകി, ഇനി അടുത്ത അനുവാണ് കഴുകേണ്ടത്. അപ്പോൾ അനു, എന്നെ വിസലിന് മാറ്റി ടോയ്ലറ്റ് ആക്കണം. അപ്പം നൂറ, എന്താണ്, ഞാനൊരു ക്യാപ്റ്റനാണ്, എനിക്ക് അങ്ങനെ മാറ്റാൻ പറ്റൂല.
അപ്പോൾ ഇതാണ് അക്ബറും ആര്യനും പറഞ്ഞത് മാറ്റാൻ പറ്റില്ലെന്നുള്ളത്. അപ്പോൾ ഇവിടെ നൂറ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഞാനൊന്നും PR ഒന്നും എടുത്തിട്ടല്ല ഇവിടെ നിൽക്കുന്നത്, അനു വെസല് പോയി കഴിവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതാണ് അക്ബറിൻ്റെ പ്രശ്നം. അക്ബർ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം പറയുന്നതാണ്. ഞാനിവിടെ ചോറ് ബാക്കി വന്നു, അവൾക്കറിയില്ലേ ചോറ് മര്യാദയ്ക്ക് ഇടണമെന്ന്. കഴിഞ്ഞ ആഴ്ച വലിയ കാര്യത്തിൽ ലാലേട്ടനെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. ഒറ്റ എണ്ണത്തിന് കിച്ചണിൽ. അപ്പോൾ അനു ഇവിടെ ഒറ്റ എണ്ണത്തിന് കിച്ചൺ ഉപയോഗിക്കാൻ അറിയത്തില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ കിച്ചൺ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്, മനസ്സിലായില്ലേ? അങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നൂറ ജയിലിലേക്ക് ഇടും, അതാണ് പ്രശ്നം. ഇനിയും ജയിലൊക്കെ ഉണ്ടോ ഇവിടെ, നിർത്ത്, മതിയായി ഒരു ജയിൽ. അത് എന്തിനാണ് ഈ ജയിലൊക്കെ, ഇനി നിർത്തിക്കൂടെ? ഒരു ഫിനാലെ ഒന്ന് നടത്തില്ല ലാലേട്ടാ ഒന്ന്. അപ്പോൾ അക്ബർ അത് മനഃപൂർവ്വം പോകാൻ വേണ്ടി ഇരിക്കുകയാണ് ജയിലിൽ. അപ്പം നിവിൻ അനുവിൻ്റെ അടുത്ത് പോയിരിക്കുന്നു. അപ്പോൾ നിവിൻ പറയുന്നു ഓക്കെ ഇനി നിവിന് മനസ്സിലായി അനു ഗെയിം കളിക്കുകയാണെന്ന്. അനു ഗെയിം കളിക്കുകയാണ്, അനുവും എല്ലാവരും ഗെയിം കളിക്കുകയാണ്. പെട്ടുപോയത് നൂറയാണ്, കാര്യം കഴിഞ്ഞ ആഴ്ച കിട്ടിയത് തിരിച്ച് കിട്ടി. അപ്പോൾ ഇവിടെ നിവിൻ പറയുന്നു അനു ഒരു കാര്യം ചെയ്യാം, അനു ഇത് കഴിഞ്ഞിട്ട് കഴിവിയാൽ മതി. അപ്പോൾ അനു ഫൈനൽ 5 വന്നതിൻ്റെ നിനക്ക് അഹങ്കാരമാണല്ലേ, അത് നൂറയ്ക്ക് അങ്ങ് കൊണ്ടു. മനസ്സിലായില്ലേ കാര്യം? ഒരു ഒറ്റ സുഹൃത്താണ് ഇങ്ങനെ പറയുന്നത്. അപ്പം നൂറ നിനക്ക് PR ഉള്ളതിൻ്റെ ഇതല്ലേ, നീ ഇവിടെ അതല്ലേ സമാധാനത്തിൽ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അനു രണ്ടിൻ്റെ സ്വഭാവം മനസ്സിലായി. അപ്പം നൂറ തനിക്കോണം മനസ്സിലായി, ദൈവത്തിന് നന്ദി. അപ്പോൾ അക്ബർ എന്നെ ഇതുകൊണ്ടാണ് കുത്തിത്തിരിപ്പെന്ന് വിളിക്കുന്നത്, ഇതിൻ്റെ ഇടയിൽ കയറിപ്പോവും ഒരാവശ്യമില്ല. അപ്പം ഇത് അവരുടെ സ്ഥിരം പരിപാടിയാണ്. പുറത്തുള്ള എന്തോന്നോ കണ്ടിട്ടാണ് നിങ്ങൾ അവളുടെ കൂടെ കൂടിയെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് കണ്ടിട്ടാണ് കൂടിയത്? അക്ബർ നിവിനും എന്ന് പറയുന്നത് നൂറ ഒരിക്കലും ഫൈനൽ 5 കയറാൻ യോഗ്യതയുള്ള കുട്ടി തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടി കഷ്ടപ്പെട്ട് ടാസ്ക് ചെയ്തിട്ടാണ് കയറിയത്. അപ്പോൾ ഷാനവാസ് അതിൻ്റെ ഇടയിൽ കൂടെ അവളുടെ ക്യാപ്റ്റൻഷിപ്പ് അവർ വെച്ചിട്ടാണ് പറയുന്നത്. ആണോ ഷാനവാസേ, കഴിഞ്ഞ ആഴ്ച 3 ക്യാപ്റ്റന്മാരുണ്ടായിരുന്നു, ആരെങ്കിലും പറയുന്നത് കേട്ടോ? അയ്യോടാ, കണ്ട കർമ്മ വരുന്നത് കണ്ട തിരിച്ച്. ഇതിൻ്റെ കർമ്മ അടുത്ത ആഴ്ച കിട്ടും. എൻ്റെ ദൈവമേ. അത് കഴിഞ്ഞ് പറയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴുകി, ലഞ്ച് കഴുകി, ഡിന്നർ ഇനി കഴുകണം. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഈവനിങ് ഉണ്ട്, അത് ഓൾറെഡി അക്ബർ കഴിയുകൊണ്ട് ഇനി അനുവാണ് കഴിവേണ്ടത്. അപ്പം നൂറ ഫൈനൽ 5 വന്നതിൻ്റെ അഹങ്കാരമാണെന്നല്ലേ, ഞാൻ ക്യാപ്റ്റനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ സൗകര്യമില്ല കഴിവാൻ. അപ്പോൾ അനുവിൻ്റെ ഭാഗം എന്ത് കണ്ടിട്ടാണ് എന്ത് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത്, നമ്മൾ രണ്ടുപേരും നിൻ്റെ കൂടെ കൂടിയത് എന്ത് കണ്ടിട്ടാണ്? നിന്നെ 1 മില്യൺ ഫോളോവർ കണ്ടിട്ടാ. അപ്പോൾ ഉടനെ തന്നെ അനീഷ് വന്നിരിക്കുകയാണ്. എന്ത് വന്നിട്ട് കാര്യമില്ല, അനു സ്റ്റാൻഡാണ്. ഏത് പാത്രമാണ് കഴിവേണ്ടത്? ഉച്ചയ്ക്കത്തെ പാത്രം ആരാണ് കഴിവേണ്ടത്? അപ്പോൾ ഇവിടെ ആദ്യ കാര്യമാണ്. അനീഷയുടെ കൂടെ പറയണ്ട, ഇവിടെയൊക്കെ കൂടെ ജെനുവിനായിട്ട് നിന്നിട്ടാണ് നമുക്ക് ഈ കിട്ടുന്നത്. പിന്നെ ജെനുവിനായിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടണമെങ്കിൽ, റിലേഷൻഷിപ്പ് കിട്ടണമെങ്കിൽ അതിന് ഈ കറുത്ത മനസ്സം കൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല അല്ലേ. എല്ലാവരുടെയും മുന്നിൽ ഇട്ടുകൊടുക്കാത്തത്, ഈ പിശാചിനെ ഇട്ടുകൊടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല. അടനെ അനീഷ് എന്താണ് ശരിക്കുമുള്ള പ്രശ്നം? ഉച്ചയ്ക്ക് ആരാണ് കഴിവേണ്ടത്? ഇവിടെ നൂറ വളരെ വിനയത്തോടും വിവേകത്തോടും എൻ്റെ ചേട്ടൻ പറയും ഞാൻ മോശം ക്യാപ്റ്റനാണ്, അതല്ലേ പറയാൻ പോണത്? നിങ്ങൾ പറഞ്ഞോ, ദയവീത് നിങ്ങൾ വലിയ ഇടപെടരുത്. എനിക്കതല്ല പറയേണ്ടത്. ശരിക്കും പാത്രം കഴിവേണ്ടത് അക്ബറും നിവിനുമാണ്. അപ്പോൾ നൂറ അതിനെ ടീം ഡിവൈഡ് ചെയ്ത് നിവിൻ പോയി കിച്ചൺ ടീമിലേക്ക്. നിവിൻ അവിടെ കേസരി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പാടില്ല. അനു അല്ല കഴിവേണ്ടത്, നിവിനാണ് കഴിവേണ്ടത്. അപ്പം നിവിൻ എൻ്റെ പൊന്ന അനീഷേട്ടാ ഞാൻ കഴുകി, പ്രഷർ കുക്കറൊക്കെ ഞാൻ തന്നെയാണ് കഴുകി വെച്ചത്. അത് കഴുകിയോ? എന്നാൽ അക്ബറാണ് കഴിവേണ്ടത്, അനു അല്ല. എൻ്റെ പൊന്ന അനീഷേട്ടാ നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നിങ്ങൾ എന്തിനാണ് അവളെ സൈഡ് പിടിക്കുന്നത്? ഇല്ല, ഇത് ഇവിടെ കഴിവേണ്ടത് അക്ബറാണ്. അക്ബർ പാത്രം കഴുകി, അടുത്ത ടേൺ അനുവിൻ്റെയാണ്. ഇല്ല ഞാൻ കഴിവത്തില്ല, ഞാൻ ഡിന്നർ കഴിഞ്ഞേ കഴിവത്തുള്ളൂ. അയ്യോ ശരി, നിങ്ങൾ തന്നെ അപ്പം ഇവിടെ കഴിവേണ്ടത് അക്ബറാണ്. നൂറ ഒരു നിങ്ങൾ പറഞ്ഞോ എൻ്റെ ക്യാപ്റ്റൻസി മോശമാണ്, അത് പറയാനല്ലേ വന്നത്? പറഞ്ഞിട്ട് പൊക്കോ. അനുമല്ല മിസ്റ്റർ പെർഫെക്റ്റ്, പൊക്കോ. അത് കഴിഞ്ഞ് ഷാനവാസ് വന്ന് കിടന്ന് അങ്ങ് പറയാണ് സാബുമാൻ ഇവള് കുറച്ച് കറിയാ കൊടുത്തത് അറിയാമോ, വെസൽ ഡ്യൂട്ടി ഇവള് ചെയ്യുന്നില്ല, കഴിഞ്ഞ ആഴ്ച ചെയ്തെന്ന് പറഞ്ഞ്. അപ്പോൾ അനീഷ് മിണ്ടാതിരിക്കുകയാണ്. എന്താ എൻ്റെ വാ അടഞ്ഞു പോയാ? എന്താ പറ്റിയത്? ഞാൻ മിണ്ടത്തില്ല, എന്ത് പറഞ്ഞാലും അനുവിൻ്റെ ഭാഗത്താണ് ശരി. അപ്പോൾ അത് കഴിഞ്ഞ് അനീഷിൻ്റെ ഗെയിം അനുവിൻ്റെ ഭാഗത്ത് നിന്നെന്ന് പറഞ്ഞ് അനീഷിനിപ്പം നെഗറ്റീവ് ആവുക അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇനി ഇവിടെ ഇൻഡിവിജ്വലി കളിക്കേണ്ട സമയമായി. അനു കളിക്കുന്നുണ്ടാ? അനു ഇൻഡിവിജ്വലി കളിക്കുകയാണ്. അവിടെ പോയിട്ട് സപ്പോർട്ട് അനീഷ് കൊടുക്കുകയാണ്. അതുകൊണ്ട് സപ്പോർട്ടിംഗ് വോട്ടൊന്നും അനീഷിന് കിട്ടാൻ പോണില്ല. ഒരു വോട്ടേ കിട്ടുള്ളൂ ഒരാൾക്ക് ഒരു ദിവസം. അല്ല സപ്പോർട്ടിംഗ് വോട്ടൊന്നും സംഭവം ഇല്ല. ഇനി ഒറ്റയ്ക്ക് കളിക്കണം. 2 ആഴ്ചയുണ്ട്. ഒറ്റക്കൊമ്പൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തായി? ഇപ്പോൾ ഗ്രൂപ്പിൽ ചെന്ന് പെട്ടു. ഇപ്പോൾ അനുവിൻ്റെ അടുത്തും എന്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അനു ഓൾറെഡി ഇന്നലെ രാത്രി എന്തോ പറയുന്നുണ്ട്, ക്രഷും ഒന്നുമില്ല, ചുമ്മായാണെന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ പുറകെ നടക്കുക? ലാലേട്ടൻ പറഞ്ഞ ആ കാര്യത്തിൽ വെച്ചോണ്ട് നടക്കുകയായിരിക്കും. ലാലേട്ടൻ ഇന്നലെ വീക്കെൻഡിൽ പറഞ്ഞില്ലേ അനീഷിന് ക്രഷാണോ എന്ന്. പുറത്ത് ഭയങ്കര ഹിറ്റാണ്, എന്ത് കോംബോ, മിണ്ടിയില്ലെങ്കിൽ പോലും കോംബോ ആക്കും ഈ ഇൻസ്റ്റയിലും ഒക്കെ. നമ്മളൊന്ന് ഇങ്ങനെ നോക്കി ചിരിച്ചാൽ വരെ കോംബോ ആക്കും നമ്മളെ. അതാണ് ഈ നാട്ടുകാർ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത് നമ്മുടെ ഗെയിമാണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു സമയമാണിത്. 2 ആഴ്ച. ആ സമയം നമ്മുടെ വിന്നർ ആവുമോ ഇല്ലയോ എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്ന സമയമാണിത്. ആ സമയത്ത് അനീഷ് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ, അനീഷ് ചിലപ്പോൾ എനിക്ക് അറിയത്തില്ല കേട്ടാ,
എനിക്കറിയത്തില്ല വിന്നറാകുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. അനു വിന്നറാകുമോ ഇല്ലെന്നൊന്നും അറിയില്ല. പക്ഷേ അനുവിന് എന്തായിരുന്നാലും അനു നെഗറ്റീവായാലും പോസിറ്റീവായാലും അനു അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. അനുവിനൊരു ചാൻസ് കാണും. വിന്നറിൻ്റെ അല്ല, അനുവിനൊരു ഇത് കാണും. അതായത് അനുവിന് വോട്ടിങ്, അതായത് അനുവിനുള്ള വോട്ടിങ് കിട്ടും അനുവിന്. പക്ഷേ അനീഷിൻ്റെ വോട്ടിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായിരിക്കും അനീഷിൻ്റെ വോട്ടിങ്? കാര്യം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, വോട്ട് സ്പ്ലിറ്റ് ആവും, അങ്ങനെ പല രീതിയിൽ പോകും. അനീഷിൻ്റെ വോട്ട് വേറെ ആർക്കെങ്കിലും പോകും. ഇയാൾ എന്തോന്ന് കാണിക്കുന്നത്, ഒരു സ്റ്റാൻഡും ഇല്ല, എപ്പോഴും അനുവിൻ്റെ കൂടെ അനുവിൻ്റെ സ്റ്റാൻഡ്, എന്നാൽ പിന്നെ വേറെ ആർക്കെങ്കിലും പോട്ടെ എന്നും പറഞ്ഞ് അനീഷിൻ്റെ വോട്ട് അങ്ങനെ പോകാനും ചാൻസ് ഉണ്ട്. അനുവിനുള്ള വോട്ട് അനുവിന് തന്നെ കിട്ടും. കാര്യം അനു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയൊക്കെ എടുത്ത് വെച്ചാണ് കളിക്കുന്നത്. നാളെ ആകുമ്പോഴത്തേക്ക് അവർ സോട്ടും ആവും. ചിലപ്പോൾ ആതിരെ നൂറയൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുക, നാളെ ആകുമ്പോൾ അവരെല്ലാവരും ഒത്തുചേരും. അപ്പോഴും അനീഷ് അവിടെ പിന്നെയും പ്രശ്നക്കാരനാവും. അനീഷിന് പിന്നെയും പ്രശ്നം വരും. മനസ്സിലായി? അനീഷിൻ്റെ തീരുമാനങ്ങളും അനീഷിൻ്റെ നിലപാടുകളൊക്കെ ആൾക്കാർ കാത്തിരിക്കുക കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അനീഷ് അവിടെ എനിക്കറിയില്ല, അനുവിൻ്റെ കൂടെ നിന്നോളൂ, ആസ് എ ഫ്രണ്ടായിട്ട് നിന്നോളൂ. പക്ഷേ നിലപാട് പറയുമ്പോൾ അനുവിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അനു ചെയ്യേണ്ടതാണ്, അനുവിൻ്റെ ഭാഗത്ത് ഇങ്ങനൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞാൽ അനീഷിൻ്റെ ഭാഗം ക്ലിയറായി. ഇവിടെ അങ്ങനെയല്ല. എല്ലാ കുറ്റവും കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, കഴിഞ്ഞ ആഴ്ച മുഴുവനും അനീഷ് അനുവിൻ്റെ ഒന്നും. അപ്പോൾ അക്ബർ പറഞ്ഞു, നിങ്ങൾ ആ വെസൽ ക്ലീനിങ് ചെയ്യാൻ പറ ആ കുട്ടിയോട്. ഇല്ല, ചെയ്യില്ല, അനു ചെയ്യണ്ട എന്ന് തന്നെ. 3 ദിവസം അനു വെസൽ ക്ലീനിങ് ചെയ്തിട്ടില്ല. എന്നിട്ടും അനീഷ് ഒറ്റ വാക്ക് പറഞ്ഞിട്ടില്ല. സോ അവിടെ എനിക്ക് അനീഷിൻ്റെ ഗെയിം അറ്റ്ലീസ്റ്റ് ഒന്നും പറയണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞൂടെ, നീ ചെയ്യണ തെറ്റാണ് അനു, ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം, പക്ഷെ നീ ചെയ്യണ തെറ്റാണ് എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ ഉണ്ടല്ലോ, പ്രേക്ഷകർ കൂടെ നിൽക്കും. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. സോ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.